ഇതിപ്പോ ഇക്കടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞ കാര്യമാണ്. അതെ. ഈ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ഇതിന് വേണ്ടപ്പെട്ടവർ റിയാക്ട് ചെയ്യുകയോ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായോ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പച്ചക്ക് പറയാം. ഞാൻ വളരെ ഇമോഷണൽ കണക്ട് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് റിഫ. എനിക്ക് ഈ പറയുന്നത് പോലെയുള്ള ഈ ഒളിച്ചോട്ടം അതുപോലെയുള്ള മഞ്ഞ കഥകളിൽ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അത്തരം കേസുകൾക്ക് പിന്നാലെ പോവാത്ത ഒരാളാണ്. പക്ഷെ റിഫയുടെ മകൻ എനിക്ക് സ്വാഭാവികമായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ചാണ്. ഞാനൊരു കേസിന്റെ ആവശ്യത്തിന് പോയതാണെങ്കിൽ ഒരു വാർത്തയുടെ ആവശ്യത്തിന് പോയതാണെങ്കിൽ സ്റ്റിൽ എനിക്ക് അവൻ എൻ്റെ മകനെ പോലെയാണ്. ഇപ്പൊ അസാനു ഇപ്പൊ ആക്ച്വലി ഞാനിത് പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് പറയാം. അസാനു എന്ന് പറയുന്നത് എന്നെ കാത്തിരിക്കുന്ന ഒരു കുട്ടിയാണ്. അവന്റെ എല്ലാം ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവൻ എന്നെ കാത്തിരിക്കുന്ന ഒരു മോനാണ്. ഞാൻ എൻ്റെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞുള്ള ഒരു ഫാമിലി, അവരുമായിട്ട് എനിക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകും. ഞാൻ ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര മോശമായിട്ടുള്ള ഒരാളാണ്. ഞാൻ ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അയാളോട് ഭയങ്കര കണക്ഷൻ ആയിരിക്കും, ഭയങ്കര ഫീൽ ആയിരിക്കും. അങ്ങനെ ഒരു ഫീലുള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ അവർ ഈ കേസിന് വേണ്ടിയിട്ട് ചാവാണ്, അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉപ്പ താമരശ്ശേരി DYSP ഓഫീസ് എന്ന് പറയുന്നത് ആ ഉപ്പയുടെ ഒരു സെക്കൻഡറി ഹോമാണ്, രണ്ടാമത്തെ വീടാണ്.